യപൃഥ്വീഭരവാരണായ ദിവിജൈ സംപ്രാർത്ഥിതചിന്മയ സംജാതപൃഥിവീതലേ രവികുലേ മായാമനുഷ്യോവ്യയാ നിശ്ചക്രം ഹതരാക്ഷസ പുനരഗാൻ ബ്രഹ്മത്വമാദ്യം സ്ഥിരാം കീർത്തിം പാപകരാം വിധായ ജഗതാം തം ജാനകീശം ഭജേ. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, അധ്യാത്മരാമായണം സംസ്കൃതത്തിലത്തെ ഒരു ശ്ലോകമാണ്. ആദ്യത്തെ വന്ദന ശ്ലോകമാണ് ചൊല്ലിയത്. നമ്മൾ വായിക്കുന്ന എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിനൊരു മൂലം ഉണ്ട്. വാത്മീകി രാമായണമല്ല. വാത്മീകി രാമായണം 24,000 ശ്ലോകമുള്ള മൂലഗ്രന്ഥം. അതിൽ മനുഷ്യനായിട്ട് മാത്രം രാമനെ കണ്ടു. ഒരൊറ്റ സ്തുതി അതിലില്ല. ഇതിലാണെങ്കിൽ കൗസല്യാസ്തുതി മുതൽക്ക് അങ്ങോട്ട് തുടങ്ങിയ അനവധി സ്തുതികൾ, ജടായുസ്തുതി, കബന്ധസ്തുതി, ശബരി, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സ്തുതികൾ ഇതിനകത്തുണ്ട്. ശബരിക്ക് കൊടുത്തതായിട്ടുള്ള ഉപദേശങ്ങളും ഉണ്ട്. ഇതൊന്നും തന്നെ വാത്മീകി രാമായണത്തിലില്ല. അത് വേറൊരു വിധത്തിൽ മനുഷ്യനായിട്ട് കണ്ടതാണ്. 24,000 ശ്ലോകങ്ങൾ. അപ്പം അതല്ല അധ്യാത്മരാമായണം. ഇത് സംസ്കൃതത്തിലുള്ളൊരു മൂലം വ്യാസനാണ് എഴുതിയത് എന്നാണ് ചിലർ പറയണത്. മറ്റേത് വാൽമീകിയാണ്, ഇത് വ്യാസനാണ് എന്നാണ് പറയണത്. പ്രധാന കാവ്യങ്ങളൊക്കെ പണ്ടൊരു വന്ദനത്തോട് കൂടിയിട്ടാണ് തുടങ്ങുക. ലിവാകർത്താവിധ സംപൃക്തവും ആകർത്ത പ്രതിപത്തയെ, ശിവാന്തലഹരി, സൗന്ദര്യഹരി ഒക്കെ ഒരു വന്ദനത്തോട് കൂടിയിട്ട്, അത് കാവ്യത്തിൻ്റെ ഒരു പതിവും നിയമമൊക്കെയാണ്. ഇപ്പം ഇവിടെ തം ജാനകീശം ഭജേ, രാമചന്ദ്രനെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. എങ്ങനത്തെ ജാനകീശൻ? കുറച്ച് വിശേഷണങ്ങളാണ്. യപൃഥ്വീഭരവാരണായ ദിവിജയ് സംപ്രാർത്ഥിത. ദിവിജയ് പൃഥ്വീഭരവാരണായ സംപ്രാർത്ഥിത, അങ്ങനത്തെ ചിന്മയൻ. ഈ ഭൂമിഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടതായിരിക്കുന്ന ചിന്മയൻ, അങ്ങനത്തെ രാമനെയാണ് വന്ദിക്കുന്നത്. രാക്ഷസന്മാരെ വധിക്കുക, രാവണനടക്കമുള്ള, രാവണൻ മാത്രമല്ല കേട്ടോ. പിന്നെയോ സംജാത പൃഥിവീകുലേ രവികുലേ മായാമനുഷ്യോ വ്യയ. രവികുലേ സംജാത മായാമനുഷ്യോ വ്യയ. പൃഥിവിയിൽ രവികുലത്തിൽ മായാമനുഷ്യനായിട്ട് ഏതൊരാളാണോ ജനിച്ചത്. മായാമനുഷ്യൻ എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് മാത്രമാണ് മനുഷ്യഭാവം, എല്ലാം കൊണ്ടും ഈശ്വരൻ തന്നെ. അധ്യാത്മരാമായണവും വാത്മീകി രാമായണവും തമ്മിലുള്ളൊരു വ്യത്യാസം, വാത്മീകി രാമായണത്തിൽ വെറും മനുഷ്യനായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അവതരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു സ്തുതി ഇല്ല. വാൽമീകി രാമായണത്തിൽ ഒരു സ്തുതി പോലും ഇല്ല. ശബരിക്ക് കൊടുക്കണ ഉപദേശമോ ലക്ഷ്മണോപദേശമോ അഹല്യാസ്തുതിയോ കൗസല്യാസ്തുതിയോ ഒന്നും അതിനകത്തില്ല. ശരിയോ തെറ്റോ അതൊന്നും നമുക്ക് പറയാനുള്ള അധികാരമില്ല. രണ്ടും കേമന്മാർ തന്നെ ആയിരിക്കണം എഴുതിയിട്ടുണ്ടാവുക. രണ്ടിനും രണ്ട് തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം. വാൽമീകി രാമായണം ഇല്ലെങ്കിൽ ഈ രാമായണങ്ങളൊന്നും ഇല്ല തന്നെ. അപ്പോൾ നമുക്കതിനെ ഒരിക്കലും അങ്ങനെ തള്ളി പറയല്ല, വ്യത്യാസം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് മനുഷ്യഭാവത്തിൽ എന്നാണെങ്കിൽ ഇതിൽ മനുഷ്യഭാവത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലാം കൊണ്ടും ഈശ്വരനാണ്. അതാണ് മായാ മനുഷ്യോ അവ്യയ. മായ കൊണ്ട് മാത്രം മനുഷ്യഭാവം കൈക്കൊണ്ടവൻ. ഒട്ടും മനുഷ്യ നിന്നുള്ള ആ ഒരു ഇതിൽ സത്യത്തിലില്ല എന്നർത്ഥം. മറ്റത് അങ്ങനെയല്ല, മനുഷ്യനായിട്ടാണ്. നിശ്ചക്രം ഹതരാക്ഷസ പുനരകാൻ. ഏതൊരാളാണ് എല്ലാ രാക്ഷസന്മാരെയും, രാവണനെ മാത്രമല്ല, കരദൂഷണ തിരിച്ചിരസ ആദികൾ ഇല്ലേ, അനവധി 14,000 രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്ത് ഏതൊരാളാണ് തൻ്റെ ബ്രഹ്മസ്ഥാനത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയത്. എന്നിട്ടോ കീർത്തിയും പാപഹരാമിതായ ജഗതാം. ഏതൊരാൾ രാമായണത്തെ സ്മരിക്കുന്നുവോ, രാമമാഹാത്മ്യത്തെ സ്മരിക്കുന്നുവോ, അവർക്കൊന്നും ഒരു പാപവും ഉണ്ടാവില്ല. അങ്ങനെ പാപത്തെ ഇല്ലാതാക്കുന്ന കീർത്തി, മരിക്കുന്നവരുടെ പാപം ഇല്ലാതാക്കുന്നതായ കീർത്തി സുസ്ഥിരമാക്കിക്കൊണ്ട് ഉള്ള രാമനെ ഞാൻ ജാനകീശം ഭജേ എന്ന് പറയുന്നു. എന്നിട്ടാണ് രാമായണത്തിലേക്ക് ആണ് കിടക്കുന്നത്. രാമായണ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിലൊരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാൻ എന്താ വെച്ചാൽ, രാമായണ മാസ ആചരണം എന്നൊന്ന് നമ്മളിപ്പോൾ കണ്ടുവരുന്നു.
കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ, 1982 മറ്റേ ഉള്ളൂ. അതിനു മുമ്പേ രാമായണ മാസം ഇല്ല. വിശാല ഹിന്ദു സമ്മേളനത്തിൽ എറണാകുളത്തോ മറ്റോ ചേർന്ന് വളരെയധികം കേമന്മാരാണ്. സത്യാനന്ദ തരത്തികൾ മുതലായവരെയൊക്കെ പറ്റി പറയാൻ തന്നെ നമുക്ക് അർഹതയില്ല. അത്രയും കേമന്മാരാണ് രാമായണ മാസാചരണം വേണമെന്ന് നിശ്ചയിച്ച് നടപ്പാക്കിയത് കേട്ടോ. പക്ഷെ അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതിൻ്റെ വിപത്ത്. എന്താണ് രാമായണ മാസ ആചരണത്തിൻ്റെ വിപത്ത് നിങ്ങൾ കണ്ടെത്തിയത് എന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, 11 മാസം രാമായണം എടുക്കില്ല എന്നത് തന്നെ സത്യമല്ലേ. ഞാൻ പല ദിക്കിലും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് ചോദിക്കണേ എന്തിനാണെന്ന് വെച്ചാൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് നിൽക്കിയതിന് ഒരു ഇതൊന്നുമില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മളൊരാളെ അപേക്ഷിച്ചാൽ കർക്കിടല്ലാത്തൊരു മാസത്തിൽ നിങ്ങൾക്കൊരു രാമായണ പരിപാടി വെക്കാൻ പറ്റും. അയ്യേ, കർക്കിടല്ലാത്ത സമയത്ത് എന്ത് രാമായണം? നമ്മളിപ്പോൾ രാമായണം തുടങ്ങി, വാൽമീകി രാമായണം കർക്കിടം നോക്കിയിട്ടാണ്. അധ്യാത്മ രാമായണം ദിവസേന ചൊല്ലിയിടുന്നുമുണ്ട് ഇല്ലേ, ഗീതാ വേങ്ങശ്ശേരി, കർക്കിടം നോക്കിയിട്ടാണ്. എന്തിനാണ് ഒരു പ്രത്യേക മാസത്തിലൊരു വലിയ സംഹിത ഒതുക്കണത്? അതിലെന്ത് ന്യായീകരണമാണുള്ളത്? ഞാൻ പറയാം, ഇപ്പോൾ ഭാഗവത മാസം എന്നൊന്ന് വെച്ചു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ആ മാസത്തിൽ മാത്രം ഭാഗവതം നടത്തിയാൽ എന്താവും സ്ഥിതി? ഗീതാമാസം എന്ന് പറഞ്ഞിട്ടൊന്ന് വെച്ചു, ആ മാസത്തിൽ മാത്രമേ ഗീതയുള്ളൂ. ദേവി ഭാഗവത മാസമാണ് ഉദാഹരണത്തിന് ഡിസംബർ അല്ലെങ്കിൽ എന്ന് വെക്കുക, അപ്പോഴേ ദേവി ഭാഗവതം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ എന്തൊരു അർത്ഥമാണ് ഇതിനുള്ളത് എന്നാണ് ചോദിക്കണം. അപ്പം രാമായണം മാത്രമേ ഉള്ളൂ ഈ കർക്കിടത്തിലേക്ക് ഒതുക്കിയത്. ബാക്കിയൊന്നും ദൈവാധീനം കൊണ്ട് ആർക്കും തോന്നാതിരിക്കട്ടെ. ഓരോരോ മാസങ്ങൾ ഉണ്ടാക്കിയ കഷ്ടത്തിലാവും. കാരണം ആ മാസത്തിൽ മാത്രമേ ആ പരിപാടി നടക്കുള്ളൂ. ഇപ്പോൾ ചിങ്ങമാസം ഭാഗവത മാസമാക്കി വെച്ചിട്ടുണ്ട് അത്രേ. അപകടമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ബാക്കി 11 മാസം അത് തൊടില്ല. ഇത് വെച്ചവരുടെ കുറ്റമല്ല, ആ ഒരു സമ്പ്രദായം കൊടുന്നവരുടെ കുറ്റമല്ല. ആരുടെ കുറ്റമായിക്കോട്ടെ, ബലം അങ്ങനെയായി തീർന്നില്ലേ. ആചാര്യന്മാർക്കൊക്കെ തിരക്ക്, എല്ലാവർക്കും രാമായണത്തിൽ കർക്കിടത്തിൽ രാമായണം വേണം. അയ്യോ ഒഴിവില്ല കേട്ടോ, ഞാൻ അവിടെ ഏറ്റു ഇവിടെ ഏറ്റു. ആചാര്യന്മാർക്ക് ബുദ്ധിമുട്ട്, നടത്തേണ്ടവർക്ക് അവരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, മഴയത്ത് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട്, കേൾക്കാനും സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ടല്ലാതെ കർക്കിടക മാസത്തിൽ ഈ രാമായണം സ്റ്റേജ് പ്രോഗ്രാമായിട്ട് നടത്തുന്നത് കൊണ്ട് എന്തൊരു സൗകര്യമാണുള്ളത്? അസൗകര്യം എന്നല്ലാണ്ട് 50 ആൾ കൂടേണ്ടടുത്ത് ചിലപ്പോൾ 20 ആളേ കൂടുള്ളൂ. മഴയില്ലെങ്കിൽ ചിലപ്പോൾ ഈ 50 ആൾ വന്നിട്ടുണ്ടാവും. അതവിടെ ഇരിക്കട്ടെ, അത് പ്രായോഗിക സംഗതികൾ. വാൽമീകി രാമായണത്തിൽ രാമായണത്തിൻ്റെ മാഹാത്മ്യം പറയണ അധ്യായങ്ങൾ 5 എണ്ണമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ചൈത്രമാസത്തിലും മാഘമാസത്തിലും രാമായണം നടത്താനാണ്. രാമായണം കേട്ടിട്ട് മുക്തി കിട്ടിയവരുടെ കഥകളാണ് മാഹാത്മ്യത്തിൽ പറയണത്. ഈ ചൈത്രമാസം എന്ന് പറഞ്ഞാൽ സുമാർ മാർച്ചാണ് വരിക. ഒരു ബന്ധവും കർക്കിടകമായിട്ടില്ല. മാഘമാസത്തിൽ ജനുവരി ആയിട്ടാണ് വരുന്നത്. ഒരു ബന്ധവും കർക്കിടകമായിട്ടില്ല. കാർത്തിക മാസമാണ് വേറൊന്ന് പറഞ്ഞിരിക്കുന്നത്. രാമനവമി, ശ്രീരാമനവമി മീനമാസത്തിലെ പൂയാണ്. ഞാൻ ഫാക്ട്സ്, ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ് പറയണത്. മീനമാസത്തിലെ പൂയാണ് രാമനവമി. പൂയ നക്ഷത്രത്തിലാണ്. അതും മീനെന്ന് പറഞ്ഞാൽ കർക്കിടകമായിട്ട് വല്ല ബലബന്ധമുണ്ടോ? ഈ 3 മാസങ്ങൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ട്. കർക്കിടകത്തിൽ പാടില്ല എന്നില്ല. കർക്കിടകത്തിൽ രാമായണം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കർക്കിടകത്തിൽ മാത്രമാണ് ഇപ്പം നമ്മൾ ആചരിക്കുന്നത്. അതൊരു വലിയ തെറ്റാണ് എന്ന് പറയാതെ വയ്യ. എന്തുകൊണ്ട് മഴയൊക്കെ പോയി ചിങ്ങത്തിലോ കന്നിയിലോ രാമായണം വെച്ചുകൂടാ? നമ്മളവിടെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്ന വേണം. ഇത് തെറ്റാണ് നമ്മൾ ചെയ്യണത്. രാമായണത്തിന് സമയവും മാസവും ഇല്ല. പണ്ട് കാലത്തിൽ കർക്കിടക മാസത്തിൽ രാമായണം ഉണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും രാമായണം വായിക്കുക, അങ്ങനെയാണ്. 4 വരിയെങ്കിലും വായിച്ചല്ലാണ്ട് അവിടെ നിന്നും അമ്മയൊന്നും കിടക്കില്ല. 2 വരി ഉറക്കം തൂങ്ങിയിട്ടാണെങ്കിലും വയ്യെങ്കിലും അത് വായിച്ചിട്ടേ കിടക്കൂ. അപ്പോൾ എവിടെ കർക്കിടകം രാമായണമായിട്ട് ബന്ധം? കർക്കിടകം എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമം ഉള്ള ഒരു മാസമാണ്. പണ്ട് പഞ്ഞമാസം എന്ന് പറയുന്നു. ഇപ്പോൾ പഞ്ഞൊന്നുമില്ല, ശമ്പളം എപ്പോഴും കിട്ടുന്നതുകൊണ്ട്.
എന്നാലും മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. മഴയായിട്ടും ഗ്രഹങ്ങളുടെ ഈ മർദ്ദം കാരണവും സംഘർഷവും ഒക്കെ ഉണ്ടാവും, ശരിയാണ്. ആ ഒരു സമയത്ത് നമുക്ക് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പഴയ കാലത്ത് കർക്കിടക മാസ ആചരണം ഉണ്ടായിരുന്നു. അവിടെയാണ് കർക്കിടക മാസ ആചരണം ഉണ്ടായിരുന്നു, രാമായണ മാസം ഉണ്ടായിരുന്നില്ല. കർക്കിടക മാസം നമ്മൾ ആചരിച്ചിരുന്നു. അതെങ്ങനെയാണ്? ദശപുഷ്പം വയ്ക്കുക, ശീബോധിക്ക് വയ്ക്കുക, അന്ന് പത്തല വയ്ക്കുക. കറിയായിട്ട് മത്തനും പയറൊക്കെ ആയിട്ട് ഇലക്കറി കൂട്ടാൻ വേണ്ടിയിട്ടാണത്. പത്തല വയ്ക്കുക. അതുപോലെ തന്നെ ശുഭകർമ്മങ്ങൾ ചെയ്യുക. രാമായണം എന്നില്ല, ലളിതാ സഹസ്രനാമം ആവാം, വിഷ്ണു സഹസ്രനാമ അർച്ചന ആവാം, ഭാഗവതയജ്ഞം ആവാം. യാക്കര ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ 7 വരെ സപ്താഹം എത്രയോ കാലമായി ചെയ്തു വരുന്നു. ശരിയല്ലേ? അന്വേഷിച്ച് നോക്കൂ. കർക്കിടത്തിൽ സ്ഥിരം ഭാഗവത സപ്താഹം നടത്തുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട്. എന്തുകൊണ്ട് ദേവി മഹാത്മ്യം ആയിക്കൂടാ? ദേവി ഭാഗവതം ആയിക്കൂടാ? അപ്പോൾ കർക്കിടകം ഒരു നല്ല ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട മാസമാണ്, സമ്മതിച്ചു. പക്ഷേ അത് രാമായണം മാത്രമേ ആവൂ എന്നില്ല. രാമായണം കർക്കിടകത്തിൽ മാത്രമേ പാടുള്ളൂ എന്നും ഇല്ല. എങ്ങനെ ഈ കർക്കിടകവും രാമായണവുമായിട്ട് ബന്ധിപ്പിച്ചു എന്നാണ് ചോദ്യം. അതാവശ്യമില്ല. ഒരു കർക്കിടകത്തിൽ രാമായണം വായിക്കാം, പക്ഷേ എല്ലാ കർക്കിടകത്തിലും രാമായണം വായിക്കണമെന്നില്ല. അടുത്ത കൊല്ലം ഭാഗവതാക്കുക, സ്ഥിരമായിട്ട് ഭാഗവതമാണ് ഇഷ്ടച്ച അങ്ങനെയാക്കുക, ദേവി മഹാത്മ്യമാക്കുക. ഒരു ശുഭകർമ്മം അനുഷ്ഠിക്കേണ്ട മാസമാണ് കർക്കിടകം. അല്ലാണ്ട് രാമായണത്തിനായിട്ട് കർക്കിടകത്തിൽ പ്രസക്തിയില്ല. കർക്കിടകത്തിലെ രാമായണം പാടൂ എന്നാക്കിയിരിക്കണം ഇപ്പം നമ്മൾ. 27-ാം തീയതി ആയ തിരക്കിട്ട് വായിക്കണ വേണം. എന്തിനാ? ചിങ്ങ 1-ാം തീയതി രാമായണം വായിച്ചാൽ മഹാവിപത്താണ്. ഇതെവിടെയാണ് പറഞ്ഞിരിക്കണം? എന്തുകൊണ്ട് ചിങ്ങത്തിലായിക്കൂടാ? എന്തുകൊണ്ട് ചന്നിയിലായിക്കൂടാ? ഇത് ഏതൊക്കെയോ ചില കൂട്ടരുണ്ടാക്കി എന്നല്ലാതെ, അവരൊക്കെ കേമന്മാരാണ്, അല്ലാതെ ഞാൻ പറയില്ല. അവർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. 11 മാസം രാമായണം തൊടാത്ത ദുരന്തം ഉണ്ടാവും എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ചിന്തയിൽ അത് പോയില്ല. അത് പോകേണ്ടതായിരുന്നു. വലിയ കഷ്ടമാണ്. കാരണം 11 മാസം രാമായണം നമ്മൾ എടുക്കാറില്ല. സത്യമല്ലേ? എത്രയോ ആൾക്കാർ എടുക്കാറില്ല. എടുക്കണവരുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. വളരെ കുറച്ചാണ്. ഒരു ക്ഷേത്രത്തിൽ ഒരു രാമായണ യജ്ഞം എന്തുകൊണ്ട് വൃശ്ചികത്തിൽ വെച്ചുകൂടാ? വെക്കില്ല അവർ. അയ്യേ ഇപ്പോഴല്ല വെക്കുക, അത് കർക്കിടകത്തിലാണ് എന്ന് അടി ഉറപ്പിച്ച് വെച്ചിരിക്കണു നമ്മൾ. ഇത് തെറ്റ് തന്നെയാണ്. ശിവോതി വയ്ക്കാം, കർക്കിടകത്തിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാം, വേണച്ചാൽ നാലമ്പലം പോയിട്ട് തൊഴുകാം. അതൊന്നും വിരോധമില്ല. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു മാസമാണ് കർക്കിടകം. പണ്ടും ശിവോതിക്ക് വെച്ചിരുന്നു. അതൊക്കെ ചെയ്ത് നല്ല കാര്യങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. ദശപുഷ്പം വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കർക്കിടക മാസാചരണമാണ് ഉണ്ടായിരുന്നത്. രാമായണ മാസാചരണം ഉണ്ടായിരുന്നില്ല. രാമായണത്തിന് മാസം പ്രശ്നമല്ല. പ്രശ്നം ആക്കരുത്, അതൊരു വിഷയമാക്കരുത്. രാമായണ മാസാചരണം തെറ്റ്. രാമായണ മാസാചരണം ഇല്ല, വേണ്ട. നമുക്ക് രാമായണ ആചരണമാണ് വേണ്ടത്. രാമായണ ആചരണമാണ് വേണ്ടത്. രാമായണ മാസാചരണം നോ, ഞാൻ അതിനെ അനുകൂലിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗവത മാസമായിട്ട് വേണ്ടി വരും, ഗീതാമാസമായിട്ട് വേണ്ടി വരും, ദേവി മഹാത്മ്യ മാസമായിട്ട് വേണ്ടി വരും. അതിന് വല്ല അർത്ഥമുണ്ടോ? അതുപോലത്തെ ഒരു സംഹിതയാണ് രാമായണം. വിശ്വപ്രസിദ്ധമാണ്, വിശ്വോത്തര കാവ്യമാണ്. അത് സമയമില്ല, സമയപ്പെടുത്തിയാൽ അത് തെറ്റാണ്. ചൈത്രമാസം, അതുപോലെ തന്നെ രാമനവമിയാണ് വെച്ചാൽ അത് ജനുവരിയിലാണ്. ജനുവരിയിൽ മാഘമാസം ജനുവരിയിലാണ്. ചൈത്രമാസം മാർച്ചിലാണ്. കാർത്തിക മാസമാണ്, നവംബർ മാസമാണ്. ഏപ്രിൽ 6-നാണ് ശ്രീരാമനവമി വരണത്. ഇനി ആ ഒരു പ്രാധാന്യമാണെങ്കിലും കർക്കിടകമല്ല. അതുകൊണ്ട് ഇതിൽ ശാസ്ത്രീയമായിട്ട് ഒരടിസ്ഥാനമില്ല എന്ന് എല്ലാവരുടെയും അറിവിലായിക്കൊണ്ട് പറയുകയാണ്. എപ്പോഴും രാമായണം വായിക്കുക. രാമായണ യജ്ഞം നടത്താൻ സമയം മാസമോ നോക്കാതിരിക്കുക. ഏത് സമയത്തും ഇത് നടന്നു വരട്ടെ. 12 മാസവും ഈ രാമായണം മുഴങ്ങണം എന്നാണ് ഞാൻ പറയുക. രാമായണത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് രാമായണ മാസം തെറ്റെന്ന് പറയണത്, സ്നേഹിക്കാത്തത് കൊണ്ടല്ല. അത് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ രാമായണം
അലയടിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതൊരു മാസത്തിലേക്ക് ആക്കിയിട്ട് ചുരുക്കുക എന്നത് നമുക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം തന്നെയാണ് എന്ന് വളരെ വിഷമത്തോടു കൂടിയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഈ സംഹിതകൾക്കൊന്നും പ്രത്യേകമായിട്ടുള്ളൊരു സമയം നിശ്ചയിക്കരുത്. എപ്പോഴും വേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് കാരണം എല്ലാ ദിവസവും 2 വരിയെങ്കിലും രാമായണം വായിക്കുക, രാമായണത്തെ നമ്മൾ ആചരിക്കുക, അതാണ്. അല്ലാണ്ട് രാമായണ മാസമല്ല ആചരിക്കേണ്ടത്. ഇപ്പം എല്ലാറ്റിനും ഈ ആചരണം വളരെ കൂടിയിട്ടുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് ഡേ ഉണ്ട്, സ്റ്റുഡൻസ് ഡേ ഉണ്ട്, ഇല്ലേ, മദേഴ്സ് ഡേ ഉണ്ട്, ഫാദേഴ്സ് ഡേ ഉണ്ട്. ഈ ഡേ ആചരണം അല്ല, 8th ഡേ അടക്കമുണ്ട്. ഈ ഡേ അല്ലാതെ എന്തെങ്കിലും നമ്മൾ പ്രായോഗികമാക്കുന്നുണ്ടോ? അതുപോലെ ഈ രാമായണ മാസ ആചരണം കൊണ്ട് എന്ത് കാര്യം? രാമായണമാണ് നമ്മൾ ആചരിക്കേണ്ടത്, രാമായണ മാസമല്ല. ഏതായാലും കുറേശ്ശെങ്കിലും ചിലരെങ്കിലും പറഞ്ഞ് ഇതിനൊരു മാറ്റം ഉണ്ടാക്കണം. എപ്പോഴും നമ്മൾ ഇത് രാമായണമാണ് ആചരിക്കേണ്ടത്, ഭാഗവതമാണ് ആചരിക്കേണ്ടത്. മാസാചരണം കൊണ്ട് കാര്യമൊന്നുമില്ല എന്നർത്ഥം. യപൃഥ്വീഭരവാരണായതി വിജയ സംപ്രാർത്ഥിത ചിന്മയ സംജാത പൃഥിവീതലേ രവികുലേ മായാ മനുഷ്യോവ്യയ നിശ്ചക്രം ഹതരാക്ഷസ പുനരകാ ബ്രഹ്മത്വമാദ്യം സ്ഥിരാം കീർത്തിം പാപകരാം വിധായ ജഗതാം തം ജാനകീശം ഭജേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.